ഹോം ഡെലിവറി ഞാൻ ചെയ്യുന്നുണ്ട്. അഡീഷണൽ പൈസ ഒന്നും മേടിക്കുന്നില്ല. ഗൾഫിലേക്കൊക്കെ പോകേണ്ടവർക്ക് പ്രത്യേകം പറഞ്ഞാൽ ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കും. ഹായ്, നമസ്കാരം. അതുകൊണ്ട് ആദ്യം എന്താണ് വിഷയം? ഇതാ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് ഇതുപോലെ പാക്ക് ചെയ്യുമ്പോൾ വെളിയിലോട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ എങ്ങനെ പാക്ക് ചെയ്ത് എന്നൊന്ന് വീഡിയോ ചെയ്ത് കാണിക്കാമെന്ന് ചോദിച്ചായിരുന്നു. എന്നാൽ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതിന് മുന്നേ ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്നവരും വീഡിയോകൾ ഷെയർ ചെയ്യുന്നവരും അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതൊക്കെ എത്ര പറഞ്ഞാലും മതി വരത്തില്ല. എന്നാലും ഒറ്റ വാക്കിൽ എല്ലാവരോടും നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അന്നേരം ഇതെങ്ങനെ പാക്ക് ചെയ്യുന്നത് കാണിച്ചാൽ, ഞാനിപ്പോൾ ഗൾഫിലേക്ക് നമ്മളൊരു കസ്റ്റമർ വെളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി, ഇത് എവിടെ ദുബായാന്ന് തോന്നുന്നു, കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഒന്നാം സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമ്മൾക്ക് ഓർഡർ അനുസരിച്ച് എപ്പോഴും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അതുകൊണ്ട് ഒട്ടും സമയം കിട്ടാറില്ല. അങ്ങനെ കമന്റ് ഇടുന്നവരൊക്കെ വിചാരിക്കും നമ്മൾ കമന്റ് ഇട്ടിട്ട് റിപ്ലൈ കൊടുത്തില്ലെന്നും ആരും വിചാരിക്കരുത്. ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. സമയക്കുറവ് മെയിൻ പ്രശ്നം. ഞാൻ സമയം പോലെ റിപ്ലൈ തരുന്നതായിരിക്കും. ആരും അതിനകത്ത് വിഷമിക്കരുത്. ഞങ്ങളുടെ വീഡിയോ കാണാതിരിക്കരുത്. കാണുന്ന എല്ലാവരും, നമ്മൾ എല്ലാ ടൈപ്പ് വീഡിയോകളും ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ ജോലി ഇന്നതാണ്. എന്നാൽ ഞാൻ ഇത് എങ്ങനെ പാക്ക് ചെയ്യുന്ന കാണിക്കാമെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അതൊരു വീഡിയോ ആക്കിയതാണ്. ഞാൻ ഇതുണ്ട് 2 കവർ ഇട്ടേ പാക്ക് ചെയ്ത്. പക്ഷെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കാര്യം ഓർത്തത്, അതുകൊണ്ട് ഞാൻ താമസിച്ചു പോയി. എന്നാലും ഇപ്പം മഞ്ഞപ്പൊടി പാക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ എങ്ങനെ അന്ന് കവർ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് നമ്മളൊരു കവർ ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഞാൻ പാക്ക് ചെയ്ത് കാണിക്കും. അന്നേരം വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. കണ്ടോ, ഇതിപ്പോ മഞ്ഞപ്പൊടി ഒറ്റ കവർ ഇട്ടാ പാക്ക് ചെയ്ത്. ഇപ്പൊ 250-ന്റെ 2 കവർ അവർക്ക് വെളിയിൽ കൊണ്ടുപോകേണ്ടത്. ഒറ്റ കവർ ഇട്ട് ഞാൻ പാക്ക് ചെയ്ത്. രണ്ടാമത്തെ കവർ ഇടുന്നത്, രണ്ടാമത്തെ കവർ എടുത്ത് കവറിന്റെ ഓപ്പൺ ആകുന്ന ഭാഗം ഇത് കമ്പനി അവർ ഇത് ചെയ്ത് വരും. നമ്മൾ ടോപ്പ് കവറാണ് എടുക്കുന്നത് കേട്ടോ. ഇതിന്റെ കട്ടി കുറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും ടോപ്പ് കവർ എടുക്കുന്നത്. ഇതിന്റെ ഞാൻ സീൽ ചെയ്ത ഭാഗം കണ്ട് ഇതാ. ഇത് കമ്പനി സീലിങ്. ഇത് ഞാൻ ചെയ്ത സീല്. അന്നേരം ഞാൻ ചെയ്ത സീലിന്റെ ഭാഗം ഈ കവറിന്റെ ഉള്ളിലോട്ടിടും. മാക്സിമം നമ്മൾ ഇതിനകത്ത് എയർ കളഞ്ഞിട്ട് സീൽ ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ മെഷീനിലാണ് സീൽ ചെയ്യുന്നത്. നമുക്ക് പാക്കിംഗ് ഉള്ള മെഷീനിലാണ് സീൽ ചെയ്യുന്നത്. ഈ ചിലരുണ്ട് മെഴുകുതിരി വെച്ചും ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ ചിലപ്പം അത്ര ഇതാകണമെന്നില്ല. അന്നേരം ഞാൻ സീൽ ചെയ്ത ഭാഗം ഈ കവറിനകത്തോട്ടിടും. ഇത് കണ്ടോ, ഇങ്ങനെ കവറിനകത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇടും. ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ആ കവർ ഒന്ന് മടക്കി വെക്കും. എന്നുവെച്ചാൽ മേളത്തായിട്ട് അത് സീലാകണ്ട അത് വിചാരിച്ചു. എന്നുവെച്ചാൽ അവർക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അതും കൂടെ ചിന്തിക്കണമല്ലോ. ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തോണ്ട് ഇതുവരെ ആർക്കും ഒരു പ്രശ്നവും വന്നിട്ട്, ഞാൻ വെളിച്ചെണ്ണ വരെ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മടക്കി വെക്കും. എല്ലാം ഒന്നും മടക്കേണ്ടി വരത്തില്ല. ഇതിപ്പോൾ ചെറിയ കവറായിട്ട് മടക്കിട്ട് വന്നു. എന്നിട്ട് ഞാൻ ഈ ഭാഗം സീൽ ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് എയർ നമ്മൾ പ്രസ് ചെയ്ത് കളയണം കേട്ടോ. അതിനകത്ത് എയർ വയ്ക്കാൻ പാടില്ല. എയർ വയ്ക്കുമ്പോൾ പിന്നെ വണ്ടെങ്കിൽ വെയിറ്റ് വല്ലതും മുക്കുകയാണെങ്കിൽ പൊട്ടാൻ സാധ്യത കൂടുതലാണ്. എന്നിട്ട് ഇങ്ങനെ വെച്ചങ്ങ് സീൽ ചെയ്യും. എന്നിട്ട് വെക്കുന്ന കൊട്ടത്തേക്കൊന്ന് ഞെക്കി ഒന്ന് എയർ കളയും, സീൽ ചെയ്യും. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കും ഓരോ കവറിന്റെ അനുസരിച്ച്. നമ്മൾ ടോപ്പ് കവർ എടുക്കുന്നത്, അതുകൊണ്ട് അത് സെറ്റ് ചെയ്തിട്ടേക്കും. പിന്നെ എപ്പോഴും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടോ, ഇത് കണ്ടോ, സീലായി. ഇനി ഇത് ഒരു കാരണവശാലും പൊട്ടത്തില്ല, 100% എനിക്ക് ഉറപ്പുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും വർഷമായിട്ട് കൊടുത്തുവിടുന്നതിന്റെ പേര് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ കവർ ഇടുന്നത് എങ്ങനെയാണെന്ന് അന്ന് കമന്റ് ചോദിച്ചവർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഈ രീതിയിലാണ് ഞാൻ കൊടുത്തു വിടുന്നത്. ഇപ്പൊ നമ്മുടെ കസ്റ്റമർക്ക് കണ്ട മുളകുണ്ട്, മല്ലിയുണ്ട്, മഞ്ഞളുണ്ട്. മഞ്ഞളിന് 250-ന്റെ 2 കവറാണ് പറഞ്ഞത്. ഇതും അതേപോലെ തന്നെ. ഒന്നര വേണം കാണിച്ചു തരാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എല്ലാവരും അഭിപ്രായം ലൈക്ക് അടിക്കാൻ മറക്കരുത് ആരും കേട്ടോ. നിങ്ങളെയൊക്കെ ഓരോ ലൈക്കാണ് നമുക്ക് ഓരോ സന്തോഷം. ഇതിന്റെ ഞാൻ സീൽ ചെയ്ത ഭാഗം കണ്ടിതാ. ഇത് കമ്പനി സീലിങ്. ഈ ഞാൻ സീൽ ചെയ്ത ഭാഗം ഇതിനകത്തോട്ടിടും. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇങ്ങോട്ട് ഇട്ടിട്ട് ഞാനൊന്ന് മടക്കും. ഒന്ന് മടക്കിയിട്ട് ഇതിങ്ങനോട്ട് വെക്കും. വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിക്കുന്നത്. പലർക്കും പല രീതിയായിരിക്കും, ഓരോരുത്തർക്ക് ഓരോ ഐഡിയ ഇല്ലേ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുന്നത് തയ്യാറൊന്ന് പോകാൻ വേണ്ടി. എന്നിട്ട് അങ്ങ് സീൽ ചെയ്യും. കഴിഞ്ഞ പരിപാടി. ഞാൻ മുളകും മല്ലിയും എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇതിന്റെ ചെറിയ കവറായിട്ട് കമ്പനി സീലിങ്ങിന് വെച്ചാൽ അധികം കുഴപ്പമുണ്ട്. വലിയ കവറാകുമ്പോൾ അങ്ങനല്ല അധികം വരുന്നത്. ഇത് കണ്ടോ, വലിയ കവറാകുമ്പോൾ ഇതിന്റെ എൻഡ് കണ്ട് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. ടോപ്പ് കവർ എടുക്കുവാണെങ്കിൽ കുഴപ്പം വരത്തില്ല. കട്ടി കുറഞ്ഞ കവർ മേടിക്കുവാണെങ്കിൽ പൊട്ടാൻ സാധ്യത കൂടുതലാണ്. എന്നിട്ട് ഇവിടെ എന്തെടുക്കണം അറിയോ? ഇവിടെ ഒന്നാണ്ട് അങ്ങനെ സംശയമുള്ളവർക്ക് കണ്ട് ഇതിങ്ങോട്ട് എടുക്കുക. എടുത്തിട്ട് നമ്മൾ ഒന്നോടൊന്ന് സീൽ ചെയ്താൽ മതി. ഇവിടെ ഒന്നോടൊന്ന് സീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടും എന്നുള്ള പേടി അങ്ങ് മാറി കിട്ടും.
ഇങ്ങോട്ട് വെച്ച് അവിടെ കൊണ്ടൊന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടുന്നുള്ള പേടിയുണ്ടെങ്കിൽ അതും അങ്ങ് മാറി കിട്ടും. ഇനി പൊട്ടുന്ന ഒരു കാരണവശാലും പേടിക്കണ്ട. ഇനി ഇളക്കുമ്പോൾ സൂക്ഷിച്ചിളക്കണം കേട്ടോ. അതൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. കണ്ടോ? അപ്പോൾ അവിടവും നമ്മൾ പാക്ക് ചെയ്യുന്ന പോലെ അതെ നല്ല ഫിനിഷിങ് പാക്കായിട്ടുണ്ട്. ഇനി ഒരു കാരണവശാലും ഇത് പൊട്ടത്തില്ല. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും കമന്റിലൂടെ അത് ചോദിച്ചവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് രണ്ടാമത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. അല്ല, അന്ന് കമന്റിലൂടെ സംശയം ചോദിച്ചതുകൊണ്ട് എനിക്ക് രണ്ടാമത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞു. അന്നേരം എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോകളെല്ലാം സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് കാണുന്നവരും സപ്പോർട്ട് ചെയ്യണം. കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. വീടിന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ അത്യാവശ്യം സെയിൽ നടത്തുന്നുണ്ട്. ഹോം ഡെലിവറി ഒക്കെ കൊണ്ട് നടത്തുന്നത്. വീട്ടുകാരെ വിളിച്ചു പറയുമ്പോൾ ഞാൻ 1/2 കിലോ ആണെങ്കിൽ പോലും കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇലക്ട്രിക് വണ്ടി എടുത്ത പോലും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ കായംകുളം, പുതുപ്പള്ളി, പിന്നെ പുല്ലുവളങ്ങര ഐക്യ ജംഗ്ഷൻ, പിന്നെ ആറാട്ടുപുഴ, കാർത്തികപ്പള്ളി, വടക്കോട്ട് പറയുകയാണെങ്കിൽ കാർത്തികപ്പള്ളി, തെക്ക് കൊച്ചേട്ടിയുണ്ട്. പിന്നെ വടക്കോട്ട് പറയുകയാണെങ്കിൽ കാർത്തികപ്പള്ളി, ആ ഭാഗത്തൊക്കെ ഇടവിട്ടൊക്കെ കുറെ വീടുകൾ എനിക്കുണ്ട്. കാർത്തികപ്പള്ളി, ചിങ്ങോലി, പിന്നെ നമ്മുടെ പത്തിയൂര്, ഈ ഭാഗങ്ങളിലൊക്കെ ആർക്കെങ്കിലും മുളക് വേണമെങ്കിൽ എൻ്റെ നമ്പർ കൊണ്ട് എഴുതി കൊടുത്തേക്കാം. ആരെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലായാലും കൊണ്ടുതരുന്നുണ്ട്. എൻ്റെ ജോലി അത് തന്നെ. ഈ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളിൽ ഞാൻ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ആവശ്യമുള്ളവർ, ഇത് വീഡിയോ കാണുന്നവർക്ക് ആവശ്യമുള്ളെങ്കിൽ എൻ്റെ നമ്പർ കൊണ്ട് ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. വിളിച്ചാൽ മതി. അല്ലെ വാട്സപ്പ് മെസ്സേജ് ഇട്ടാലും മതി. വാട്സപ്പ് മെസ്സേജ് ഇടുന്നതിനേക്കാൾ വിളിക്കുന്നതായിരിക്കും. ചാർജ് ഒന്നും ഞാൻ ഈടാക്കുന്നില്ല. പൊടിയുടെ വില മാത്രമേ ഞാൻ മേടിക്കുന്നുള്ളൂ. ഓരോ സാധനത്തിനും സ്ഥിരമായിട്ട് മുളകൊടിക്കാലും മല്ലിപ്പൊടിക്കാലും മഞ്ഞപ്പൊടി, ഈ 3 ഐറ്റം സാധനമുള്ളൂ ഇപ്പോഴും എൻ്റെ നിലവില്ല. പിന്നെ വെളിച്ചെണ്ണയുണ്ട്. അത് സ്ഥിരമായിട്ട് കാണത്തില്ല. ആരിലൊക്കെ വീട്ടുകാരൊക്കെ കൊണ്ടുതരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൂ. അന്നേരം ഈ ഒരു സാധനത്തിനും സ്ഥിരമായിട്ടൊരു വിലയില്ല. നമ്മൾ ഓരോ ലോഡ് എടുക്കുന്നതനുസരിച്ച് നമ്മളിത് മെഷീനിലാണ് കഴി ഉണക്കുന്നതും പൊടിക്കുന്നത്. ഞാൻ എൻ്റെ മെഷീനായിരിക്കുന്നത് 3 മെഷീനുണ്ട്. മെഷീൻ കാണിച്ചു പല വീട്ടിലും കാണിച്ചിട്ടുണ്ട്. ഈ 3 മെഷീനിലാണ് ഞാൻ പൊടിക്കുന്നത്. എൻ്റെ സ്വന്തം മില്ല് തന്നെ, എൻ്റെ വീടായി കാണുന്നത്. അന്നേരം ഹോം ഡെലിവറി ഞാൻ ചെയ്യുന്നുണ്ട്. അഡീഷണൽ പൈസ ഒന്നും മേടിക്കുന്നില്ല. ഗൾഫിലേക്കൊക്കെ പോകേണ്ടവർക്ക് പ്രത്യേകം പറഞ്ഞാൽ ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കും. അന്നേരം ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ഈ സ്ഥലങ്ങളിൽ. അതിനപ്പുറത്തോട്ടൊക്കെ ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. ഈയിടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ വിളിച്ചായിരുന്നു, നമ്മുടെ 2-ാം കുറ്റിന്ന്. അങ്ങനെ അവർ കായംകുളത്ത് വന്നായിരുന്നു. അവിടെ കൊടുത്തു വിട്ടു. അത് ഗൾഫിൽ കൊണ്ടുപോകാനുള്ളതായിരുന്നു. അന്നേരം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി. ഓക്കെ, ബൈ.